1 യോഹന്നാൻ 3:16 അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചുകൊടുക്കേണ്ടതാകുന്നു. സ്നേഹം എന്നതിനെ നിർവചിക്കാൻ പറഞ്ഞാൽ എന്തൊക്കെയാകും ഉത്തരം നൽകുക? ആ വാക്കിൻ്റെ ഉൽപ്പത്തി മുതൽ പലതും നിർവചനമായി നൽകുമായിരിക്കാം. എന്നാൽ സ്നേഹത്തിൻ്റെ പ്രാവർത്തിക നിർവചനമാണ് യേശു ക്രൂശിൽ നൽകിയത്. അത് മനുഷ്യർക്കായി തൻ്റെ ജീവൻ വെച്ചുകൊടുത്തു എന്നതാണ്. മരിച്ചാൽ പിന്നെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നതിനാൽ മരിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുന്നവരുണ്ട്. എന്നാൽ മരണം കൊണ്ടുപോലും ലോകത്തിലെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കിയ യേശു മരിച്ചതിൻ്റെ 3-ാം നാൾ ഉയർത്ത് ഇന്നും ജീവിച്ചുകൊണ്ട് നമുക്കായി സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുന്നു. യേശു ക്രൂശിൽ ജീവൻ അർപ്പിച്ചതിൻ്റെ ഫലമായാണ് നാം രക്ഷയ്ക്ക് അർഹരായത്. ദൈവം തൻ്റെ സ്നേഹം ക്രൂശിൽ പ്രദർശിപ്പിച്ചതിനാലാണ് അത് നാം അനുഭവിച്ചത്. അങ്ങനെയാണ് സത്യവും നിർമ്മലവുമായ സ്നേഹത്തെ നാം മനസ്സിലാക്കിയത്. സ്നേഹിതർക്കായി ജീവൻ കൊടുക്കുന്നതിലും വലിയ സ്നേഹമില്ലെന്ന് യേശു പഠിപ്പിക്കുക മാത്രമല്ല, അവിടുന്ന് തന്നെ ജീവൻ നൽകി അത് കാണിച്ചു തരികയും ചെയ്തു. മനുഷ്യർ എക്കാലവും ഭയപ്പെട്ടിരുന്ന മരണത്തെ അല്പം പോലും അവിടുന്ന് ഭയന്നില്ല. തൻ്റെ മരണത്തെക്കുറിച്ച് അവിടുന്ന് മുൻകൂട്ടി വ്യക്തമായി സംസാരിക്കുകയും ചെയ്തു. കാരണം യേശു ജീവൻ്റെ ഉറവിടമാണ്. മരണത്തിന് യേശുവിനെ കീഴ്പ്പെടുത്താൻ ആവില്ലായിരുന്നു. മരണത്തെയും പാതാളത്തെയും തൻ്റെ മരണത്താൽ അവിടുന്ന് നീക്കുകയും ആയുധവർഗം വയ്പ്പിക്കുകയും ചെയ്തു. യേശു ജീവൻ വെച്ചുകൊടുത്ത് സ്നേഹം എന്തെന്ന് വെളിപ്പെടുത്തിയെങ്കിൽ നാമും സ്നേഹിതർക്കായി ജീവൻ കൊടുക്കണം. അങ്ങനെ ദൈവസ്നേഹം പ്രദർശിപ്പിക്കണമെന്ന് യോഹന്നാൻ എഴുതിയത് വലിയ വെല്ലുവിളി തന്നെയാണ്. എന്നാൽ അന്നത്തെ ക്രിസ്തീയ വിരോധികളുടെ മുന്നിൽ യോഹന്നാൻ ഉൾപ്പെടെ അല്പം പോലും ഭയക്കാതെ അത് ചെയ്യാൻ തയ്യാറായി. പത്മോസിലേക്ക് നാട് കടത്തിയപ്പോൾ വാർദ്ധക്യത്തിലും ഈ സ്നേഹം അദ്ദേഹം തെളിയിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ ജീവിതം കൊണ്ടും മരണത്തിലും വെളിപ്പെടുത്താൻ നമുക്കാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.